ഫുൾ ടൈം മദ്യപിച്ച് കൊച്ചിയിലും എറണാകുളത്തും ഒക്കെ നടക്കുന്ന ഒരാളാണ്. നിങ്ങളൊരു തണ്ണി വണ്ടിയാണ്. എന്തൊരു വിഷമമുണ്ടോ? എന്തൊരു ഉണ്ട്. നല്ല ഫുഡ് കഴിക്കുന്ന ആളായിരുന്നു. ഫുഡ് കഴിക്കാതെ മദ്യം മാത്രമായി. കലാപണിയായിട്ട് നല്ല ബന്ധമായിരുന്നു. ശരിക്കും പുള്ളിക്ക് മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു. എൻ്റെ റൂമിൽ നിന്ന് മദ്യപിച്ച് പോയി രാത്രി വെള്ളം ഷൂട്ട് കഴിഞ്ഞ എൻ്റെ റൂമിൽ നിന്ന് വെച്ചിട്ട് പിറ്റേ ഈ പാരച്ചിട്ട് ഉള്ള കള്ള് മൊത്തം ഓപ്പോസിറ്റ് അടിച്ചിട്ട് ഞാൻ സിനിമ വിട്ടിട്ട് കളിയില്ല. ഇത് വിട്ട് ഞാൻ ചാവുന്നൊരു സിനിമ നടന്നൊരു ചാവും. അതിന് ഒരു മാറ്റമില്ല. അതിന് ദൈവം എൻ്റെ കൂടെ. 5ഓളം തമിഴ് സിനിമ നായന ചെയ്തു. എല്ലാം വഴി കിടക്കാം. അപ്പം നമുക്കൊരു ലാലേട്ടൻ്റെ സുരേഷിൻ്റെ കൂടെ കാണിച്ച് കുറച്ചാലായി. ഇപ്പോഴത്തെ ന്യൂ ജനൊക്കെ സാമിയാണ്. ഞങ്ങൾ പഴയ ആൾക്കാരാകുമ്പോൾ രണ്ടും അടിക്കുക പോകും. എന്ന് പറഞ്ഞാൽ ആരെ ബുദ്ധിമുട്ടി ഉണ്ടാക്കരുത്, അത്രേ ഉള്ളൂ. 21 വർഷം ഈ ഫീൽഡിലുണ്ടല്ലോ. ഇത്രയോ ആൾക്കാർ വരുന്നു പോകുന്നു. അത് ദൈവം ഒന്ന് വായി. എൻ്റെ കഴിവൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. നമസ്കാരം, ഞാൻ ഫാരിസ്. എന്നോടൊപ്പം ഉള്ളത് കിരൺ രാജാണ്. രാജ് കിരൺ എന്നൊക്കെ പറയുന്ന പോലെ. രാജ് കിരൺ കന്നഡയിലുണ്ടല്ലോ. എങ്ങനെ ഈ കിരൺ രാജ് എന്നുള്ള പേര്? അത് നമ്മുടെ ഡയറക്ടർ ഷാജി കലാ സാറ് പുള്ളി പറഞ്ഞ് എൻ്റെ ന്യൂമറോളജി നോക്കി കിട്ടിയ പേരാണ്. ആണ്. അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കാണുന്നത്, അതായത് ടൈഗറിലെ മോനായി, അല്ലെങ്കിൽ അതെൻ്റെ സെക്കൻഡ് മൂവിയായിരുന്നു. അത് ഷാജി സാറിൻ്റെ പടമായിരുന്നു. അതെ. അതോടൊപ്പം തസ്കര വീരനിലെ ആ ഒരു ക്യാരക്ടർ, അത് ഫസ്റ്റ് മൂവിയായിരുന്നു. ആ മുടി വളർത്തിയ ആ ലുക്കുള്ളൊരു. അത് ആക്ച്വലി ഞാൻ അപ്പം ദുബായിലായിരുന്നു, മോഡലായിരുന്നു. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ദുബായിൽ 8 വർഷം മോഡൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ദുബായിൽ വെച്ചാണ് എൻ്റെ ഡയറക്ടർമാരെ പ്രമോദറിനെയും പപ്പടിനെയും പരിചയപ്പെടുന്നത്. ഞാൻ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ്, അപ്പോൾ നമ്മൾ അധികവും കാണുന്ന കിരൺ രാജ് എന്ന് പറയുന്ന ആളെ മിക്കവാറും ഈ പറഞ്ഞ ക്യാരക്ടറുകളായിരിക്കും. മോഹനായും അതുപോലെ തന്നെ തസ്കര വീരനിലെ ആ ക്യാരക്ടറും. തസ്കര വീരനിൽ വില്ലനല്ല, മമ്മൂക്കയുടെ സുഹൃത്താണ്. എങ്കിൽ പോലും ആ മുടിയൊക്കെ വളർത്തിയ വെച്ചാൽ അതാണ് നിങ്ങളെപ്പോഴും കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും കാണുക. അതിപ്പോൾ കഴിഞ്ഞ ദിവസം അമ്മയുടെ ഒരു മീറ്റിങ്ങിൽ താങ്കൾ അവിടെ വരുമ്പം അവിടെയൊക്കെ വെച്ചിരിക്കുന്നത് ഇദ്ദേഹത്തെ ഓർമ്മയുണ്ടോ? നമ്മുടെ ഒരുപാട് പഴയകാല, അത് പ്രത്യേകിച്ച് 90s ആളുകളാണ് ഇതിനെയൊക്കെ കുറിച്ചൊക്കെ പറയുന്നത്. അങ്ങനെ വന്ന കിരൺ രാജ് ഇപ്പം എവിടാ? ആക്ച്വലി ആ ലുക്ക് മലയാള സിനിമയ്ക്ക് പറ്റില്ല. അതിന് ആ വിത്ത് ആ ലോങ് ഹെയർ ഒക്കെ നമുക്കൊരു സർട്ടൻ ക്യാരക്ടേഴ്സ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സ്ഥിരം വില്ലനായി പോകും. മനസ്സിലായി? അത് മീൻസ് ഒരു നോർത്ത് ഇന്ത്യൻ ലുക്കായിരുന്നു എനിക്ക് അപ്പോൾ. അപ്പോൾ ആ സമയത്ത് എല്ലാവരും വെച്ചാൽ ഹിന്ദിക്കാരാണെന്ന് വിചാരിച്ചത്. അപ്പോഴേക്കും ഞാനൊരു എങ്ങനെയും ഒരു 10-16 പഠിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് ഒരു ചേഞ്ച് വേണം തോന്നി. അപ്പോൾ മൊഴി കട്ട് ചെയ്താൽ ബീശയ്ക്ക് വെച്ച മലയാളി ലുക്കാക്കിയാലെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയത്ത് മലബാർ വെഡ്ഡിങ് പിന്നെ ചെയ്യുന്നതാണ്. ആ സമയത്ത് ഞാനൊരു ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പം കീർത്തി ചക്ര മേജർ വിജയൻ്റെ പടം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി രണ്ടാമത്തെ പടം മിഷൻ 90 ഡേയ്സ് മമ്മൂക്കയുടെ പടം. ആ സമയത്ത് ഞാൻ പുള്ളിയെ വിളിച്ചു, ചേട്ടാ എനിക്കെന്താ വേഷം ചോദിച്ചു. അപ്പോൾ എനിക്കാണെങ്കിൽ ആ ലുക്കിൽ പറ്റില്ല. ഞാൻ പറഞ്ഞു, ഞാൻ മുടി വെട്ടിയാലോ? നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. ഞാൻ വെട്ടുവേ. അതെ, പുള്ളി പ്രതീക്ഷയില്ല ഞാൻ വെട്ടു. ഞാൻ മുടിയൊക്കെ വെട്ടി വേറെ ലുക്ക്. അത് ഒറിജിനലാണോ? അപ്പം ബിഗ് ഒന്നുമല്ല. ഞാൻ പറഞ്ഞ മോഡലായിരുന്നു. അപ്പോൾ ഞാൻ വെട്ടിയിട്ട് ദിവസം പുള്ളി എവിടെ ചോദിച്ചു. പുള്ളി പോയി കണ്ടു. പുള്ളി ആകെ ഞെട്ടി. പുള്ളി വെട്ടു തൊട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ അതിൽ CBI ഓഫീസർ ക്യാരക്ടർ വന്നു. അതെ. പിന്നെ എനിക്ക് ഒരുപാട് എന്താ പറയുക, മലബാർ വെഡിങ്ങിൽ പറഞ്ഞ മാതിരി രാഷ്ട്രീയക്കാരൻ്റെ വേഷം. അതൊരു വേറൊരു രീതിയായിരുന്നില്ലേ? അതുവരെ അഭിനയിച്ച എല്ലാ സിനിമകളും മിഷൻ ആണെങ്കിലും വേറെ എന്തൊക്കെയാണെങ്കിലും അവിടെ ഒരു കാമാൻ കോയിറ്റായിട്ടുള്ള ഒരു സമാധാനപ്രിയനായ മനുഷ്യൻ. ഞാനൊക്കെ സിനിമയിൽ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു താങ്കളായിരിക്കും വില്ലൻ എന്നുള്ളത്, അല്ലെങ്കിൽ സാറായിരിക്കും വില്ലൻ എന്നുള്ളൊരു സാധനം. എനിക്ക് അത് ആ ഫിലിമിൽ എന്നെ കാസ്റ്റ് ചെയ്യാൻ തന്നെ കാരണം അതാണ്. കാരണം ആ ഫിലിമിൽ നമ്മളെ പ്രിയദർശൻ സാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു, രാജേഷ് ഏട്ടായിരുന്നു എൻ്റെ ഡയറക്ടർ. പുള്ളി എന്നെ കാസ്റ്റ് ചെയ്യാൻ പറ്റും. പ്രൊഡ്യൂസർ സമ്മതിക്കത്തില്ല. പ്രൊഡ്യൂസർ പുള്ളി വില്ലനാണ്, ശരിയാവില്ല, ആ ക്യാരക്ടർ കിരൺ ചെയ്ത് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു. കാരണം പുള്ളി ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, ഒരു വില്ലൻ ഇമേജുള്ള ആൾ. ഇയാൾ ആദ്യം കാണുമ്പോൾ ഇയാളാണ് കുഴപ്പക്കാരൻ. അതൊരു കഥയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. നായിക ഗോപിക്ക് പ്രശ്നം. അതെ. ഗോപിയുടെ ചെറിയച്ഛനാണ് ഞാൻ ക്യാരക്ടർ. അപ്പോൾ ഇയാളാണ് കുഴപ്പം ആണ് എന്ന് ഒരു ഫീലുണ്ട്. അപ്പോൾ ക്ലൈമാക്സിൽ അറിയുള്ളൂ ഇയാളല്ലായിരുന്നു കുഴപ്പമില്ല. അല്ല, അപ്പോൾ ഈ അറ്റ്ലസ് രാമൻ പുള്ളിയൊക്കെ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആക്ച്വലി പുള്ളി, ഞാൻ അതിൽ എൻ്റെ ചേട്ടനായ ക്യാരക്ടറാണ് അറ്റ്ലസ് രാമൻ ചേട്ടൻ. പുള്ളി ഭയങ്കര പാവ മനുഷ്യനാണ്. പുള്ളി ലൈഫ് അല്ലാണ്ടായി പോയി. അതുപോട്ടെ, ഞാൻ പുള്ളി ഡയറക്റ്റ് ചെയ്ത പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് പുള്ളി ഒരു പടം ഡയറക്റ്റ് ചെയ്തായിരുന്നു. പുള്ളി എന്നെ പ്രൊഡ്യൂസർ ചെയ്ത് അഭിനയിച്ച ആ പടത്തിൽ ഞാൻ എനിക്ക് വേഷം തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നല്ല കമ്പനിയായിരുന്നു. കാരണം എനിക്ക് പുള്ളി ദുബായിൽ വെച്ച് അറിയാം. കാരണം എൻ്റെ അവിടെ ബിസിനസ് ഉണ്ടായ സമയത്ത് എൻ്റെ ഷോപ്പിംഗ് മോളിൻ്റെ ഓപ്പോസിറ്റാണ് പുള്ളിയുടെ ഫ്ലാറ്റ്. അവിടെ വെച്ച് പുള്ളിയുടെ മോള് ഡോക്ടർ മഞ്ജു, അവരൊക്കെ എനിക്കറിയാം. ഫാമിലിയായിട്ട് ദുബായ് വെച്ച് അറിയാം. ഞാൻ സിനിമ വരുന്ന മുമ്പേ അറിയാം. പിന്നെ വീണ്ടും മലബാർ വെടിയിൽ കണ്ടു. വീണ്ടും
ആ പരിചയം പുതുക്കി. അല്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ അഭിനയിക്കുമ്പോൾ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? വില്ലൻ ക്യാരക്ടർ ഒന്നും അങ്ങ് വന്നിട്ട് പെട്ടെന്ന് ഒരു സമാധാനപ്രിയനാകുക എന്ന് പറയും. അങ്ങനെയൊന്നും നമ്മളൊരു ആർട്ടിസ്റ്റ് എന്നാൽ എന്താ പറയുക, എല്ലാ കാര്യം ചെയ്യണം. പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും കോമഡി ആയാലും ഏത് ക്യാരക്ടറും ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ പിന്നെ എന്താ ആർട്ടിസ്റ്റ്. ഈ പോലീസ് ക്യാരക്ടറുകളൊക്കെ സാധിച്ചിട്ടുണ്ടോ? പോലീസ് ഒരുപാട് പോലീസ് ചെയ്തിട്ടുണ്ട് ഞാൻ, ഒരുപാട് പടം. സുരേഷ് ഗോപിച്ചേട്ടനാണ് ഏറ്റവും കൂടുതൽ പോലീസ് ചെയ്തെന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം അമ്മയുടെ ഒരു മീറ്റിങ്ങിൽ താങ്കളെ കണ്ടപ്പം പലർക്കും, ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, ഇദ്ദേഹത്തെ അറിയുന്നവരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് കമൻറ്റുകളായിട്ട് വരുന്ന സ്റ്റീഫൻ, അന്നത്തെ സാക്കിർ അല്ലേ, സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടില്ല. തസ്കര വീരനിലെ സാക്കിർ അലി, അങ്ങനെ കുറേ ക്യാരക്ടർ. അപ്പം നിങ്ങളതായിട്ടുള്ള ഒരു സംഗതി, അതായത് ആളുകൾ ഉദ്ദേശിക്കുന്ന ഒരു രൂപത്തിൽ നിന്ന് ഒരുപാട് മാറി ഇനി ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇനി കിട്ടുമോ എന്നുള്ളൊരു ചോദ്യമൊക്കെ അതിനകത്തുണ്ട്. അതല്ല, അതൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഞാനിപ്പോൾ ഇടയ്ക്കൊന്ന് മുട്ടയടിച്ചായിരുന്നു, ചുമ്മാ ഒരു പെട്ടെന്ന് മുട്ടയടിച്ചു. ഞാനിവിടെ മലപ്പുറത്ത് മറ്റേ ഇതിന് കുംഭമേളയ്ക്ക് പോയിട്ട് വന്നപ്പം ഒന്ന് മുട്ടയടിക്കാൻ പോയി. തിരുനാവായിൽ പോയി. ഞാൻ വേറെ തമിഴ് പടത്തിന് വേണ്ടി മുട്ടയടിച്ചതാണ്, പക്ഷേ അതിൻ്റെ ഷൂട്ടിങ് നീണ്ടുപോയി. അപ്പോൾ പിന്നെ വീണ്ടും വളർന്നു തുടങ്ങി, ഇപ്പോൾ ഈ അവസ്ഥയെത്തി. പിന്നെ ഗെറ്റപ്പ് ഒന്നും കാര്യമില്ല, നമ്മൾ ഈ മുഖത്ത് വല്ലതും വരണം. അത് വരുമെന്ന്, എൻ്റെ മുഖത്ത് വല്ലതും വരുമെന്ന് നാട്ടുകാർ പറയണം, ഞാനല്ല പറയുന്നത്. അതുപോലെ അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, ഇന്ന ക്യാരക്ടർ ചെയ്യാൻ പാടില്ലൊന്നുമില്ല. നമ്മൾ കഥയ്ക്ക് എന്താ പറയുക, ആ ക്യാരക്ടറിന് എന്താണ് ആവശ്യം. മമ്മൂക്കയുടെ പടം പറയും പോലെ വേഷങ്ങൾ ജന്മങ്ങൾ, വേഷം മാറാ നിമിഷങ്ങൾ എന്നൊരു പാട്ടില്ലേ, വിനിച്ചൻ്റെ പടം വേഷം. അതുപോലെ നമ്മൾ ആക്ടർ ആകുമ്പോൾ, നമ്മൾ ആർട്ടിസ്റ്റ് ആകുമ്പോൾ നമ്മൾ ആ ക്യാരക്ടറിനനുസരിച്ച് നമ്മൾ മാറണം. അതിൽ ലുക്ക് മാറ്റാം, അവൻ്റെ ലുക്ക് മാറ്റാം, എങ്ങനെ വേണം ആക്കാം. ഈ സിനിമാ താരം എന്നുള്ള ലെവലിൽ എത്രത്തോളം ആത്മസംതൃപ്തി ഉണ്ട്, അല്ലെങ്കിൽ സിനിമാ താരം ആവണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് എന്തെല്ലാം വേണം? ആക്ച്വലി ഞാൻ എൻ്റെ ദുബായിലുള്ള ബിസിനസ് പൂട്ടിയിട്ടാണ് സിനിമ ഇറങ്ങിയത്. സിനിമ ഇറങ്ങിയപ്പോൾ അത് പൂട്ടിപ്പോയി. അങ്ങനെ സിനിമയിലേക്ക് നേരത്തെ ബിസിനസ് ബിസിനസ് മോഡലിംഗ് ആയിരുന്നു ദുബായിൽ. അപ്പം അവിടെ നിന്ന് സിനിമ അഭിനയിക്കുന്ന സമയത്ത് പിന്നെ അവിടെ എനിക്ക് കുറച്ച് ഭാര്യയൊക്കെ വെച്ച് അവിടുത്തെ എൻ്റെ സ്പോൺസർ, പിന്നെ എനിക്ക് തിരിച്ച് ദുബായ് പോകാൻ പറ്റിയില്ല, അതങ്ങനെ ക്ലോസ് ചെയ്തു. പിന്നെ സിനിമ ആണ്, പിന്നെ വേറെ പണിയൊന്നും അറിയാനും പാടില്ല. ഈ തസ്കര വീരനിലെ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട്, അത് എനിക്ക് തോന്നുന്നു മമ്മൂട്ടിക്കൊപ്പം നിൽക്കുന്ന ഒരു അതേ ലെവലായിരുന്നു. സുഹൃത്തിൻ്റെ ക്യാരക്ടറായിരുന്നു, ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ, അതിനകത്തുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അതിനുശേഷം വേറെ സിനിമകളൊക്കെ, പിന്നെ അതിലൂടെ ബാക്കിയെല്ലാം ടൈഗറിലേക്ക് എത്തണമെങ്കിൽ കുറേ സമയം. പിന്നെ അങ്ങോട്ട് മമ്മൂക്കയുടെ എല്ലാ പടത്തിലും വില്ലനായിരുന്നു. പാണ്ഡൻ തമ്പി ആയാലും അങ്ങനെ കുറേ പടമുണ്ട്, വിഷൻ 90s ആയാലും തുറുപ്പുകുല, ഒരുപാട് പടമുണ്ട്. അതിലൊക്കെ മമ്മൂക്കയുടെ ഓപ്പോസിറ്റ്, മമ്മൂക്കയുടെ ഏതുകൊണ്ട് 10-20 പടം അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ ഈ സിനിമാ മേഖലയിലേക്ക് നമ്മൾ വരുമ്പം ഈ വെട്ടിനിരത്തലുകളൊക്കെ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്, അങ്ങനെ ഉണ്ടോ? അത് സിനിമാ ഫീൽഡ് മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. ഇപ്പം രാഷ്ട്രീയത്തിലുണ്ടാവും, ഇപ്പം ഒരു ഓഫീസിൽ IT ഫീൽഡിലായാലും ആരും ഉയർന്നു വരാൻ ആരും സമ്മതിക്കില്ല. അത് എല്ലാ ഫീൽഡിലുള്ള, സിനിമ മാത്രമല്ല. സിനിമയാകുമ്പോൾ നമുക്കൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉള്ള ആൾക്കാർ, അതിന് സാറിന് സംഭവിച്ചിട്ടുണ്ട് ഒരുപാട്. എനിക്ക് മാത്രമല്ല, മിക്കവാറും സംഭവിക്കുന്നതാണ്. എനിക്ക് ശരിക്കും സംഭവിക്കും. ഞാൻ പറഞ്ഞ മാതിരി എനിക്ക് അഡ്വാൻസ് വന്നിട്ട് എന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. അഡ്വാൻസ് ഡേറ്റ് പറഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങാറായപ്പോൾ എന്നെ രാജേട്ടാ അത് ചെറിയ പ്രശ്നമുണ്ട്, മാറ്റി. എൻ്റെ കാര്യം എന്തായിരുന്നു അപ്പം അറിയില്ല. അതിലാരെയും പറഞ്ഞിട്ടുണ്ടാവും, അയാൾ വേണ്ടെന്ന്. താങ്കളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നടൻ സിദ്ദിഖ്. ടൈഗറിൽ അഭിനയം കാരണം പുള്ളിയാണ്. ഞാൻ ഈ ഫസ്റ്റ് ഫിലിം തസ്കര കഴിഞ്ഞിട്ട് ദുബായിൽ ബിസിനസ് പൂട്ടിയിട്ട് കൊച്ചിയോട് തെണ്ടിച്ച് നടക്കുകയായിരുന്നു. ആ ഫസ്റ്റ് പടം ഇറങ്ങിയപ്പോൾ എൻ്റെ മിനിക്കൻ ചേട്ടനെ പിടിച്ചാൽ കിട്ടത്തില്ല, ഒരു കുഴപ്പം സംഭവിച്ചില്ല. ഒരു 8-9 മാസം കൊച്ചി തെണ്ടിച്ച് കിടക്കരുത്. ഞാൻ സിനിമ ആണല്ലേ ഇങ്ങനെ അവിടെ റൂമിൽ താമസിച്ച് അവിടെ കിടന്നു. ലാസ്റ്റ് ഒരു എൻ്റെ കസിനോട് പൊളോണിക്കുന്ന ബ്യൂട്ടി പാർലറുണ്ട്, സന്തോഷത്തിൻ്റെ കസിൻ. അപ്പോൾ അവിടെ ആണ് സിദ്ദിഖൊക്കെ വരുന്നത്, കട്ടിങ് കാര്യമൊക്കെ. അപ്പോൾ ഞാൻ ബോറടിക്കും, അവിടെ പോയിരിക്കും, അവിടെ വെയിറ്റ് ചെയ്യാൻ കണ്ടിരിക്കും. അപ്പോൾ ദിവസം പുള്ളി ഫസ്റ്റ് ഫിലിമിൽ പുള്ളി ഉണ്ടായിരുന്നു, തസ്കര വീരനിൽ സിദ്ദിഖ് ഉണ്ടായിരുന്നു. പുള്ളി അതിന് മുമ്പ് എനിക്കറിയാം. ഞാൻ ദുബായ് പോകുന്ന മുമ്പൊക്കെ നാട്ടിൽ വെച്ച് ഞാനിവിടെ പ്രീ ഡിഗ്രി പഠിച്ച സമയം പോലെ ഈ കസിൻ്റെ ഫ്രണ്ടൊക്കെ അങ്ങനെ പരിചയമുണ്ട്. അപ്പം എന്നോട് ചോദിച്ചു, നീ പോയില്ലേ തിരിച്ച് ദുബായിക്കുന്നത്? പറഞ്ഞു ഇങ്ങനെ പ്രശ്നങ്ങളായി എന്നൊക്കെ പറഞ്ഞു. ആ ശരി, നീ എന്താ പരിപാടി? നമ്മൾ സിനിമ നോക്കണം. പുള്ളി അങ്ങ് പോയി. ഇപ്പം നെക്സ്റ്റ് ഡേ മോർണിംഗ് എന്നെ എൻ്റെ ചേട്ടാ വിളിച്ചു, കസിൻ. എവിടെയാണ്? എവിടെയാണ്? എടാ നീ പെട്ടെന്ന്, ഞാൻ സിദ്ദിഖിയുടെ നമ്പർ അയച്ചു തരാം, പുള്ളി ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. പുള്ളി എന്നോട് വിളിക്കാൻ പറഞ്ഞു. ഞാൻ നേരെ സിദ്ദിഖിയെ വിളിച്ചു. അപ്പോൾ എവിടെ ഞാൻ പറഞ്ഞു ഇവിടെ നടന്നുണ്ട്. വേഗം തേവര വൈറ്റ് വാട്ടർ ഫ്ലാറ്റിൽ പോകും, അവിടെ ഷാജി കൈലാസ് ഉണ്ട്. ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പോയി കാണാം, പുള്ളി ഇപ്പോൾ വേണം പോകുന്ന നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഫ്രണ്ടിനെ വിളിച്ച് എൻ്റെ വണ്ടി കയറി
ചേട്ടാ ഞാൻ ചിലപ്പോൾ പുള്ളി ഇറങ്ങാൻ നിൽക്കും, താഴെ പ്ലാൻ്റെ താഴെ എത്തി. ഞാൻ എന്ന് പറഞ്ഞു ഇങ്ങനെ സിദ്ദീഖൊക്കെ പറഞ്ഞാണ്. ആ ഓക്കെ ഓക്കെ ശരി മനെ വിളിച്ചോളാം കേട്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ പോയി. രാവിലെ പ്രതീക്ഷ അപ്പോഴും പ്രതീക്ഷയില്ല. പ്രതീക്ഷയൊന്നുമില്ല. പുള്ളി നോക്കിയിട്ട് പോയി. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കൺട്രോൾ വിളിച്ചിട്ട് ക്യാരക്ടറുണ്ട്, സിദ്ദീഖയുടെ അനിയൻ്റെ ക്യാരക്ടർ മനെ. പിന്നെ എനിക്ക് നോക്കേണ്ടി വന്നില്ല. ഇവിടെ പടങ്ങളായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പോലും പറയുന്നത് ഇദ്ദേഹത്തിനെ എവിടെ കാണാനില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കിരൺ രാജ് എവിടെ പോയി? ഞാനിവിടെ തന്നെ ഉണ്ട്. എനിക്ക് 20 പടം ഇറങ്ങാനുണ്ട്. പക്ഷേ എല്ലാ ന്യൂജൻ സിനിമകളെന്ന് മാത്രം. ഇപ്പം നമുക്കിടെ ലാലേട്ടൻ്റെ സുരേഷിൻ്റെ കൂടെ കാണിച്ച് കുറച്ചാലായി. ലാസ്റ്റ് ഇപ്പം ഇറങ്ങാനുള്ളത് ഇന്ന് ഞാൻ എൻ്റെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഇത് അരൂപി എന്ന സിനിമ. അത് ഹൊറർ പടമാണ്. എല്ലാ ന്യൂജൻ ഫിലിമാണ്. ന്യൂജൻ പിള്ളേരാണ്. അതിൽ ഞാനും ജോയ് മാറ്റിച്ചൻ പോസ്റ്റർ ക്യാരക്ടറിൽ തന്നെ താങ്കളുടെ ചിത്രം ഞാൻ കണ്ടു. ഏതില്? അരൂപിയുടെ തന്നെ ഒരു ഞാനൊരു മുടിയെ കുറച്ച് വളർത്തിയിട്ട് ഒരു മന്ത്രവാദിയായിട്ടാണ്. അതെ കണ്ടു. സെക്കൻഡ് ഹാഫ് ഫുള്ള് ഞാൻ തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് മാത്രം കോളേജ് സെറ്റപ്പും പിന്നെ സെക്കൻഡ് ഹാമത്തെ മനയും അതിൽ ഹോമും അതൊക്കെയാണ്. അത് നല്ല കുഴപ്പമില്ല, ആവറേജ് പോകുന്നുണ്ട്, നന്നായി പോകുന്നുണ്ട് പടം. പിന്നെ മറ്റൊരു സംഗതി, ഒരു പേഴ്സണൽ ജീവിതത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ പോലും കമൻറ്റുകളിലൊക്കെ കണ്ടതാണ്, നിങ്ങളൊരു തണ്ണി വണ്ടിയാണ്, മദ്യപിച്ചിട്ട് ഇങ്ങേര് ഇല്ലാതാക്കി. അദ്ദേഹത്തിൻ്റെ കഴിവ്, ഒരുപാട് കഴിവുള്ളൊരു മനുഷ്യനായിരുന്നു. കള്ളു കുടിച്ച് അങ്ങ് നശിപ്പിച്ചു. ആണോ? ഞാൻ മദ്യപിക്കാറുണ്ട്. ഉണ്ട്. അത് എൻ്റെ ഇപ്പോൾ ലാലേട്ടൻ ഏതോ ഇൻ്റർവ്യൂ പറഞ്ഞാൽ കണ്ടായിരുന്നു. അത് എൻ്റെ ശീലമാണ്, അത് ദുശ്ശീലമല്ല. പുള്ളിയിൽ പറഞ്ഞ ഡയലോഗ് അതുപോലെ പറഞ്ഞാൽ ഞാൻ വിളിച്ച് ഓടി കിടക്കാറില്ല, ആരോട് തല്ലുണ്ടാക്കാൻ പോകാറില്ല. എനിക്ക് മദ്യപിക്കൊന്നും മദ്യപിക്കും. ഞാൻ ഇവരാരെ വീട്ടിൽ നിന്നുള്ള പൈസയല്ല വെള്ളം ഓടിക്കുന്നത്. ഞാൻ കാരണം ഒരു ഷൂട്ടിൽ നിന്ന് പോയിട്ടില്ല, മദ്യപിച്ചിട്ട് നിന്ന് പോയിട്ടില്ല. ഇവിടെ പല ആർട്ടിസ്റ്റുകളും, ആരെ പേരും പറയില്ല, രാവിലെ 11 മണിക്ക് ഷൂട്ടിൽ നിന്ന് പോയിട്ടുണ്ട്, പാക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. മെയിൻ ആർട്ടിസ്റ്റ്, കോമഡി ആർട്ടിസ്റ്റ് 2 പേര്, മെയിൻ ആൾക്കാർ 2 പടമാണ് കേട്ടോ 11 നിന്ന് പോയിട്ട്. അത് കാരണം ഞാൻ 48 മണിക്കൂർ ഉറങ്ങാതെ അഭിനയിച്ചിട്ടുണ്ട്. ഉറങ്ങാണ്ട് 48 hours ലോകത്താരെ അഭിനയിച്ചോണ്ട് എനിക്ക് അറിയാൻ പാടില്ല. ലാസ്റ്റ് ഞാൻ BP ലോയെ വീണു. അത് ഡയറക്ടർ ഗിരീഷ് കോന്നിയ വ്യക്തിയോട് ചോദിച്ചാൽ മതി. ഫ്ലവേഴ്സ് TV ചെയ്ത ഒരു സിനിമാ പരമ്പര ഉണ്ട്, അറിയോ, കൂടത്തായി. ഞാൻ നായിക മുക്ത. സിനിമ സെറ്റപ്പായിരുന്നു, 6 ക്യാമറ സെറ്റപ്പ്, ഡെയിലി ഒരു സീൻ എടുത്ത് ശ്രീകണ്ഠ നായർ ചേട്ടൻ വിളിച്ചിട്ടാണ് ഞാൻ പോയത്. ആദ്യം ചെയ്യില്ലെന്ന് പറഞ്ഞതാണ്. പുള്ളി പറഞ്ഞ പോലെ ഞങ്ങൾ നല്ല ബന്ധമായിരുന്നു. അപ്പം മോനെ ഇത് സീരിയലല്ല, സിനിമ പരമ്പര. സിനിമ സെറ്റപ്പായിരുന്നു. ഞാൻ റേറ്റ് ചെയ്യാൻ നമ്പർ 1 ആയിരുന്നു ആ സമയത്ത്. നന്നായി പോയിക്കൊണ്ട് പിന്നെ പുള്ളിക്കാരി എന്താ ബന്ധുക്കൾ കേസ് കൊടുത്ത് അങ്ങനെ കുറേ പ്രശ്നം. സമയത്ത് ഒരു ദിവസം എപ്പിസോഡിലെന്ന് പറഞ്ഞാൽ വൈകുന്നേരം 6 മണിയാകുമ്പോൾ ഗിരീഷ് ചേട്ടാ ഒന്ന് നൈറ്റ് പോയാൽ നമുക്ക് പോയാൽ എന്താ ചട്ടിക്കോ? അപ്പം സമയത്ത് ചേട്ടൻ അടിച്ചിട്ട് ഉള്ളത് പറയാമല്ലോ. ഞാൻ പറഞ്ഞു നിൽക്കി ചേട്ടാ കഴിച്ചില്ലേ? അപ്പം അതൊന്നും കുഴപ്പമൊന്നുമില്ല, നിൽക്കുമല്ലേ നമ്മൾ യൂണിറ്റ് കണ്ടിന്യൂ അടുത്ത മീറ്റർ ഇവിടെ പ്രശ്നമാവും. ഞാൻ ഒരു പ്രശ്നവുമില്ല. ഞാൻ അകത്ത് വന്നു അടിച്ചിട്ട് നിന്നു. പോലീസ് സ്റ്റേഷനാണ്. വെളുപ്പിനെ ആയപ്പോൾ വീണ്ടും വന്നു, ചേട്ടാ പകലൂടെ പോയാലും എപ്പിസോഡില്ല. ഞാൻ പറഞ്ഞു ഗിരീഷേ, ഞാൻ രാത്രി 2 അടിച്ചിട്ട് രാത്രി ഉറങ്ങിയിട്ടില്ല, എൻ്റെ കണ്ട നാട്ടുകാർ കാണുക. അപ്പോൾ അവർ പറയും ഞാൻ ഉറങ്ങാത്ത കാര്യം അവർക്കറിയില്ല. അതേ അടിച്ച് പാമ്പായി നിൽക്കണം. ഞാൻ നിൽക്കാം, എനിക്ക് 1 മണിക്കൂർ ടൈം തരൂ, ഞാൻ റൂമിൽ പോയി കുളിച്ചിട്ട് വരണം. ഉറങ്ങിയ പണിയാവും. ഞാൻ പറഞ്ഞില്ല, ഞാൻ വരും. അവരെ കൊണ്ട് പോയിക്കൊണ്ട് ഞങ്ങൾക്ക് ഡ്രൈവർ പറയാം റൂമിൽ കയറി. എങ്ങോട്ടാ? അല്ല ഡയറക്ടർ സാർ പറഞ്ഞു ചേട്ടനോ നോക്കിയാൽ ഉറങ്ങാതെ. ഞാൻ പറഞ്ഞു ഞാൻ ഉറങ്ങൂല, അത് ഉറങ്ങൂല. ഞാൻ റൂമിൽ 2 അടിച്ചു, കുളിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു മനെ വാക്കുവാ. അന്ന് ഞാൻ ഫുൾ ഡേ നിന്നു. 2 അടിച്ചിട്ട് നിന്നത് വളരെ പറയാമല്ലോ. എനിക്ക് വേറെ സോസറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഇപ്പം നിർത്തിയിരിക്കുകയാണ്. എനിക്കൊരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമൊന്നുമില്ല. എനിക്ക് വേണ്ട വെച്ചാൽ വേണ്ട, എനിക്ക് വേണമെന്ന് വെച്ചാൽ വേണം. 10 ദിവസം തൊട്ടിട്ടില്ല, ഇപ്പം മദ്യപിക്കാറില്ല. എനിക്ക് വേണ്ട, മതിയായി. എനിക്ക് തോന്നിയത് എനിക്ക് കഴിക്കും. അത് എൻ്റെ ഇഷ്ടങ്ങളാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 11 മണിക്ക് പാക്കപ്പ് ചെയ്യുക, അത് രാവിലെ 8 മണിക്കോ 9 മണിക്കോ തുടങ്ങുന്ന ഒരു സിനിമ സെറ്റിൽ നിന്ന് 11 മണിക്ക് പാക്കപ്പ് ചെയ്യണമെങ്കിൽ അത്രത്തോളം വലിയ ആക്ടേഴ്സ് അവിടെ എന്തെങ്കിലും ഈ മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കിയാണ്. കാരണം അവർ തലേ ഹാങ് ഓവർ മാറാൻ വേണ്ടി അടിച്ചു, കയ്യിൽ നിന്ന് പോയി. അടിക്കുക നമുക്ക് നമ്മളെ ലെവൽ എവിടെ എത്തണം, നമ്മളെ ജോലിയെ ബാധിക്കരുത്. നമ്മൾ കാരണം വേറെ ബുദ്ധിമുട്ടുണ്ടാവില്ല. എൻ്റെ അടുത്ത് ഗിരീഷ് കോന്നി ഫസ്റ്റ് ഡേ ഞങ്ങൾ വലിയ കമ്പനി ഒന്നുമില്ല, പരിചയപ്പെട്ടു. ഫസ്റ്റ് ഡേ അഭിനയിച്ചു. അപ്പോൾ ഞാൻ 2 അടിച്ചിട്ട് അഭിനയിച്ചു. അപ്പോൾ പിറ്റേന്ന് രാവിലെ പുള്ളി അടുത്ത് ചേട്ടൻ കഴിച്ചിട്ടാണ് ഞാൻ ചെറുതായിട്ട് കഴിക്കുന്നത്. അവിടെ തണുപ്പ് വാഗമല്ല, മുടിഞ്ഞ തണുപ്പാണ്. കഴിച്ച് ഞാൻ കൂടെ നിൽക്കും. ഞാൻ പറഞ്ഞു കഴിച്ചിട്ടുണ്ട്, വല്ല കുഴപ്പമുണ്ടോ സ്ക്രീനിൽ? ഇല്ല, അത് മനസ്സിലാവുന്നില്ല. പിള്ളേർ പറഞ്ഞു ചേട്ടൻ അടിച്ചിട്ടുണ്ടെന്ന്. ഞാൻ വിശ്വസിച്ചില്ല. എന്നാൽ കുഴപ്പമുണ്ടേ പറഞ്ഞാൽ ഗിരീഷ് ഇല്ല ഏട്ടാ ഒരു കുഴപ്പമില്ല, ഒന്നും അറിയില്ല, ഞാൻ വിശ്വസിക്കാൻ പറ്റില്ല. അതാ പറഞ്ഞത് ഗിരീഷ് കോന്നി കാണുക, ഈ ഇൻ്റർവ്യൂ കാണട്ടെ. പുള്ളി പറഞ്ഞ ഡയലോഗ്. പണ്ടും പഴയ നടന്മാരൊക്കെ പറയാറുണ്ട് ഞങ്ങൾ രാവിലെ ഐ ഓപ്പണർ കുഴപ്പം നമ്മളല്ലേ, നമ്മളെ വർക്കിനെ ബാധിക്കരുത്.
ഞാൻ കുളിച്ച് രാവിലെ പ്രാർത്ഥിച്ചു. തിലകൻ ചേട്ടനായാലും ആരെ പേരൊന്നും ഞാൻ പറയില്ല, എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ അറിയില്ല. അല്ല, അങ്ങനെയൊക്കെ ഞാൻ ഇന്റർവ്യൂവിൽ കേട്ടതാണ്. പേര് സാറിനോട് പറയണമെന്നും കൂടി ഞാൻ പറയുന്നില്ല. പക്ഷെ അല്ല, ഞാൻ പറയുന്നില്ല. അങ്ങനെ കുറെ സംഗതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ പലരും അങ്ങനെ ആ രീതി ഇപ്പോഴും ഫോളോ ചെയ്യുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. ഇപ്പം പുതു തലമുറയിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ വലിയ സാമി വിളിച്ചിറക്കുന്നു. ഇപ്പൊ ന്യൂ ജനൊക്കെ സാമിയാണ്. ഞങ്ങൾ പഴയ ആൾക്കാരാകുമ്പോൾ രണ്ടടിക്കുക ചിലപ്പോൾ. എന്ന് പറഞ്ഞാൽ ആരെ ബുദ്ധിമുട്ടി ഉണ്ടാക്കരുത്, അത്രേ ഉള്ളൂ. സെറ്റിൽ പ്രശ്നം ഉണ്ടാക്കരുത്. പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കുമ്പോൾ പോയി ഷോട്ടിൽ അഭിനയിക്കുക, ആ ക്യാരക്ടർ ആവണോ അത് മര്യാദ ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു ഇപ്പോൾ സിനിമാലോ ജീവിതം? ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സിനിമകൾ ഈ പറഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2-3 ക്യാരക്ടർ ഒഴികെ ഒരുപാട് സിനിമകൾ സാർ അഭിനയിച്ച് വന്നിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ മമ്മൂട്ടിയുണ്ട്, ചിലപ്പോൾ മോഹൻലാൽ ഉണ്ടാവുമായിരിക്കും. അങ്ങനെയുള്ള പല പ്രഗത്ഭരായ, ഇപ്പം മരിച്ചുപോയ കലാഭവൻ ചേട്ടനടക്കമുള്ള ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ ശരിക്കും ആക്ച്വലി മമ്മൂക്ക, സുരേഷ് ചേട്ടൻ, ലാലേട്ടൻ, മണിച്ചേട്ടൻ, ഇവർ ഓരോരുത്തരുടെ കൂടെയും 20 മുകളിലാണ് ഓരോരുത്തരുടെ കൂടെയും അഭിനയികളുടെ ഭാഗ്യം എനിക്കുണ്ടായി. അതിന് വലിയ ഭാഗ്യം. അവരൊക്കെ നല്ല സപ്പോർട്ടാണ്. പിന്നെ അവർക്ക് നല്ല സപ്പോർട്ട്. ഈ തഴഞ്ഞവരുടെ കൂട്ടത്തിൽ ഇവരുണ്ടോ? ഇല്ല, ഇവർ 4 പേരും ഒരു താമസമില്ല. അവരെന്നെ സപ്പോർട്ട് ചെയ്തേ. അതായത് അവർക്ക് ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഇല്ല. ആരൊക്കെയാ സപ്പോർട്ട് ചെയ്തവര്? അവരെല്ലാം ഞാൻ കേട്ടോ, ഇവരൊക്കെ എന്നെ കൂടെ വന്നാൽ പറഞ്ഞു തരും. പറയേണ്ട അല്ല, ഇപ്പൊ മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ചേട്ടൻ, മണിച്ചേട്ടൻ, ഞങ്ങൾ നല്ല കമ്പനിയാണ്. സമയത്ത് ഷൂട്ടിംഗ് സമയത്ത് മോനെ ലാലേട്ടൻ മോനെ അങ്ങനെ വേണ്ട, മാറ്റി പിടിച്ച് തന്നിരിക്കും. അവർ അങ്ങനെ പറഞ്ഞു തരും. പിന്നെ ലാലേട്ടൻ്റെ ഓപ്പോസിറ്റ് എന്ന് ചിലപ്പോൾ ഞാൻ ഒരു പടത്തില്ല, മാടമ്പി തോന്നുന്നു, മാടമ്പിയിൽ ലാലേട്ടൻ്റെ ഓപ്പോസിറ്റ് അഭിനയിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങളൊരു ഓപ്പോസിറ്റിനാണ്. ഇവിടെ അതിന് പുള്ളി വെച്ചതാ. ഇവിടെ ക്യാമറ പുള്ളിയുടെ ക്ലോസ് എടുത്ത് ഞാൻ ഇവിടെ നിൽപ്പുണ്ട്, ഷോൾഡർ പുള്ളി ഡയലോഗ് പറഞ്ഞു. അടുത്ത് അപ്പുറത്തുകൊണ്ട് ക്യാമറ വെച്ച് എൻ്റെ ക്ലോസ്. പുള്ളി ഡയലോഗ് പറയുന്നുണ്ട്, എൻ്റെ എക്സ്പ്രഷനും ഡയലോഗ് കൗണ്ട് പോകണം. ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഞാൻ കൗണ്ടർ പറയാൻ മറന്നു. ഇങ്ങനെ അഭിനയം നോക്കിക്കൊണ്ടിരിക്കുക. ലാലേട്ടനെ ഉണ്ണിയുടെ ഡിവിഷനാണ് ഡയറക്ടർ. ഉണ്ണിയുടെ കാര്യം മനസ്സിലായി. കിരണേ ഡയലോഗ് മോനെ നമ്മുടെ പോകുമ്പോൾ ലാലേട്ടൻ്റെ അടുത്ത് അങ്ങ് നിൽക്കുമ്പോൾ നമുക്ക് പറ്റത്തില്ല, ഒരു രക്ഷയില്ല. വല്ലാത്തൊരു പവറാണ്. അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞേ, ഇപ്പം ഓൾമോസ്റ്റ് 130 മൂവീസ് ആയിരുന്നു, 130 കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇത് ഈ 21 വർഷമായി ഇപ്പോൾ ഞാൻ മലയാള സിനിമ വന്നിട്ട്. ഈ ജനുവരി 16-ാം തീയതിയാണ് ഞാൻ തസ്കരയിൽ പാലക്കാട് ജോയിൻ ചെയ്തത്. ദുബായ് ഡയറക്റ്റ് കോയമ്പത്തൂർ ഇറങ്ങി അവിടെ നിന്ന് വന്നിട്ട് ജോയിൻ ചെയ്തു. ഇപ്പം ഈ ഡിസംബർ 16-ാം തീയതി 21 വർഷമായി. അതൊരു വലിയ ഭാഗ്യമാണ്. 21 വർഷം ഈ ഫീൽഡിലുണ്ടല്ലോ. എത്രയോ ആൾക്കാർ വരുന്നു പോകുന്നു. അത് ദൈവം ഒന്ന് ഭാഗ്യം. എൻ്റെ കഴിവൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ വല്ല ആർട്ടിസ്റ്റും അല്ല, ഡയറക്റ്റ് പറയുന്നു, നമ്മളത് അഭിനയിക്കുന്നു, അത്രേ ഉള്ളൂ. ഇപ്പം ഈ അമ്മ പ്രശ്നങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ താങ്കളുടെ എൻട്രി ഭയങ്കര വൈറലായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. താങ്കൾ പറഞ്ഞ ഞാൻ കണ്ടില്ല. സാറിന് എനിക്ക് ആൾക്കാർ ഇങ്ങനെ സാധനമൊക്കെ എടുത്ത് എനിക്ക് മെസ്സഞ്ചറിലൊക്കെ അയച്ചു തരും. അയച്ചു ഞാൻ നോക്കിയോ നിങ്ങൾ വാഹനത്തിൽ വരുന്നു, എന്നിട്ട് ഡ്രൈവറോട് ഓക്കെ എന്ന് പറയുന്നു, അങ്ങനെ ഇറങ്ങി പോകുന്നു. ആ സാധനം ഭയങ്കരമായിട്ട് നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിനകത്താണ് ഞാൻ ഈ പറഞ്ഞ ഈ അധികം ചോദിച്ച ചോദ്യങ്ങളിലൊക്കെ ഈ കമന്റിൽ വന്ന ചോദ്യങ്ങളാണ് ഞാൻ കമന്റ് ചെയ്ത ചോദ്യങ്ങളാണ്. ഇങ്ങനെ എവിടെ ഇപ്പൊ എവിടെ നേരത്തെ പറഞ്ഞ പോലെ തണ്ണി വണ്ടി എന്നൊക്കെ ചോദിച്ചതൊക്കെ. അല്ല, ഈ കമന്റുകൾ വന്നാലും മെയിൻ ആയിട്ടുള്ളതാണ് മോനായി ചേട്ടനല്ലേ അല്ലെങ്കിൽ തസ്കര വീരല്ലേ സംഗതി അല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ വന്നിരുന്നു. ഇപ്പൊ അമ്മയുടെ അവസ്ഥ ഇപ്പൊ എന്താ? എൻ്റെ അമ്മ മരിച്ചുപോയി, അറിയില്ല. പിന്നെ അല്ല, നമ്മുടെ മലയാള സിനിമയുടെ അമ്മയുടെ അവസ്ഥയ്ക്ക് ഒരു കുഴപ്പമില്ല. ഇത് എന്താ പ്രശ്നം എന്നറിയോ? ചില ആൾക്കാർ യൂഗയാണ് അത് നമ്മൾ തമ്മിൽ പ്രശ്നം. അല്ലാതെ അമ്മയ്ക്ക് അത് ഒരു പ്രശ്നവുമില്ല. അത് ഇപ്പം ലേഡീസിന് എന്താ പറയുക, ലേഡീസിനെ കൂടുതൽ ആൾക്കാരെ പിടിച്ചിരുത്തി. ഞാൻ ആരുടെ പേരും പറയുന്നില്ല. ചില ആൾക്കാർ തമ്മിൽ യൂഗയാണ്. അത് ഞാൻ ആദ്യമേ പ്രതീക്ഷിച്ചാണ്. ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു. പെണ്ണുങ്ങൾ അവരെ ഒതുക്കി അവർക്ക് ചാൻസ് കൊടുത്തില്ല എന്ന് വേണ്ട പരാതിയുണ്ടല്ലോ. എല്ലാവരും വോട്ട് ചെയ്ത് കൊടുത്ത് ജയിപ്പിച്ചു വിട്ടു. ഒരു വർഷം കൊടുത്താൽ അതിന് പടി. ഇടവേള ബാബു, ഇന്നസെന്റ് ഒക്കെ ഉണ്ടായിരുന്നൊരു കാലം, മോഹൻലാലൊക്കെ ഉണ്ടായിരുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും വർഷം ഇങ്ങനെ സംഭവം ഒരു വർഷം ഉണ്ടായില്ല. പിന്നെ ചെറിയ പ്രശ്നങ്ങൾക്ക് അതൊക്കെ വലിയ സംഭവമൊന്നുമല്ല. സ്ത്രീകൾ വന്നുകൊണ്ടുള്ള ഒരു കുഴപ്പമാണോ? അല്ല, മീൻസ് സ്ത്രീകളും മോശമൊന്നുമല്ല പറയുന്നത്. പക്ഷേ ഇവർ ഈ ചെറിയ കാര്യങ്ങൾ ഈ കൊണ്ടാക്കി വെറുതെ ചാനലുകാരൊക്കെ പറഞ്ഞ് അത് നശിച്ചു. പിന്നെ പോലീസ് സ്റ്റേഷനായി, കോടതിയായി, എന്ത് നാണക്കേട്. ഇനിയിപ്പോ അതിന് എന്താ ഒരു ഓപ്ഷൻ എന്താ ഉള്ളത്? ഇപ്പം ഞാൻ ആകെ ഉണ്ടെന്നിപ്പോ അഡ്വോക്ക് കമ്മിറ്റി എന്ന് പറഞ്ഞ് രമേശ് പിഷാരടിയുടെ ഓഡിയോ വരെ ഞാൻ 19 വർഷമായിട്ട് അമ്മയിലെ മെമ്പറാണ്. അപ്പോൾ ഞാൻ എല്ലാ മീറ്റിംഗും ഞാൻ പോകാറുണ്ട്. 1-2 മീറ്റിംഗ് അബദ്ധം മിസ്സായിട്ടുള്ളത്. ഞാൻ തമിഴ് തെലുങ്ക് അവിടെ ഷൂട്ടിന് പോകുന്ന സമയത്ത് വരാൻ പറ്റില്ല. അല്ലാണ്ട് ഞാൻ കൊച്ചിയിലുണ്ടെങ്കിൽ എന്തായാലും പോയിരിക്കും. അപ്പം ഇത്രയും കാലം എനിക്കറിയാം അവിടെ എങ്ങനെ പോകുന്നു,
അങ്ങനെ സ്മൂത്തായി പോയിക്കൊണ്ടിരുന്നത്. അവിടെ പ്രശ്നമേ ഇല്ല. ബാബുചേട്ടനൊക്കെ നന്നായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. പെട്രോൾ ബാബുചേട്ടൻ നമുക്ക് എന്താവശ്യം വിളിച്ച് പറഞ്ഞാലും പുള്ളി കറക്റ്റ് ഡീൽ ചെയ്തു. ഇപ്പോൾ ചിലപ്പോൾ ചില പടത്തിൽ പ്രൊഡ്യൂസർ ചില പൈസ വിഷയമൊക്കെ ഉണ്ടാകുമ്പോൾ ബാബുചേട്ടാ ഇങ്ങനെ പിന്നെ ഞാൻ നോക്കിക്കോളാം പുള്ളി അത് ഡീൽ ചെയ്യാറുണ്ട്. അമ്മയെന്നൊക്കെ നല്ല സപ്പോർട്ടുണ്ട്. പിന്നെ ഇങ്ങനെ സംഭവമൊക്കെ വന്നാൽ പുള്ളി എന്നാൽ പുള്ളി കറക്റ്റ് കണ്ടത്. എൻ്റെ സനേട്ടനായാലും പുള്ളിക്കാരെ വിളിച്ച് പറഞ്ഞാൽ പുള്ളി ഇപ്പോൾ കറക്റ്റ് ഡീൽ ചെയ്യാറുണ്ട്. എങ്കിലും കുറേ താങ്കളെ പല സിനിമകളിൽ നിന്ന് ഒതുക്കി, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡ്വാൻസ് തന്ന സിനിമയിൽ നിന്ന് പോലും മാറ്റി നിർത്തി എന്നുള്ളൊരു സംഗതി, അതായത് പ്രധാനപ്പെട്ട സിനിമകളിലൊന്നും താങ്കളെ കാണാനില്ല. അതൊക്കെ ഉണ്ടാവുന്നേ. സിനിമ എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക, എളുപ്പമല്ല അത് ഇങ്ങനെ നിൽക്കാൻ. പിന്നെ ഇപ്പം കുറേ പിള്ളേരെ പടങ്ങൾ വരുന്നു, എന്താ പറയുക, അതിലൊന്നും എന്താ അത് എനിക്ക് മനസ്സിലായിടത്തോളം ഞാനിപ്പോൾ കുറേ ന്യൂജൻ പടം 10-20 സിനിമേൻ്റെ ഇറങ്ങാനുണ്ട്. ഇപ്പം ഞാൻ ഇറങ്ങിയത് ന്യൂജൻ സിനിമയാണ്. ഇപ്പം ലാസ്റ്റ് ഞാൻ തൃശ്ശൂർ ചെയ്ത പടം അത് അമാനുഷികം, അതും പിള്ളേരാണ്. പിന്നെ ഞാൻ നല്ല ത്രൂ ഔട്ട് വേഷം ചെയ്യുന്നുണ്ട് ഒരു മേജറായിട്ട്. അതൊക്കെ ഉണ്ട്. എന്നെ അറിയുന്നവർ വിളിക്കും. ഈ 2 പടത്ത് ചെയ്ത ഡയറക്ടർമാർ ഇപ്പോൾ തൃശ്ശൂർ ചെയ്ത പടത്തിൽ അവൻ മൊത്തം 7 പടം ചെയ്തിട്ടുണ്ട്. ഇത് അവൻ്റെ 7ാമത്തെ പടമാണ്. അതിൽ 6 ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുഴപ്പക്കാരനെ ഞാൻ പിന്നെ വിളിക്കുമോ? അവൻ്റെ ചെയ്തിട്ടുള്ള പടത്തിൽ ഞാൻ അത്യാവശ്യം നല്ല വേഷം ധരിച്ചിട്ടുള്ളൂ. പിന്നെ ഈ പുതിയ ആൾക്കാർക്ക് നമ്മൾ കുറച്ച് സീനിയറായിട്ട് അവർക്ക് നമ്മളെ മേക്ക് ചെയ്യാൻ പറ്റുമോ, നമ്മളെ ഒതുങ്ങുമോ എന്നേ പേടിയുണ്ട്. മനസ്സിലായ സീനിയർ ആൾക്കാരെ നമുക്ക് നമ്മളെ കയ്യിൽ നിൽക്കുമോ, നമ്മൾ പറയുമ്പോൾ നമുക്ക് പറയാൻ ഒരു എന്താ ഫ്രീഡം കിട്ടുമോ, അങ്ങനെ സംഭവമുണ്ട്. ഇപ്പം എന്നെ പൊതുവെ ഭയങ്കര അഹങ്കാരി എന്നാണ് പറയുന്നത്. നിങ്ങൾ ഭയങ്കര ഹൈറ്റ് ആണ്. അത് എൻ്റെ ലുക്കിൻ്റെ കുഴപ്പമാണ്. എന്നെ അടുത്തറിയുന്നവർക്ക് ഞാനൊരു ഈ ഹൈറ്റും ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ മറ്റു പലരുടെയും അവസരങ്ങളില്ലാതാവോ? ഹൈറ്റ് എനിക്കൊരു കുഴപ്പം തന്നെയാണ്. കാരണം ഫ്രെയിം വയ്ക്കുമ്പോൾ ക്യാമറമാനും ഭാര്യയാണ്. കാരണം പിന്നെ എൻ്റെ കൂടെ അഭിനയിക്കുന്ന പ്രശ്നമാണ് ഹൈറ്റ്. അത് ആരെ പേരും പറഞ്ഞത് പറയാം. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഞാൻ ഈ നായികമാരെ കോമ്പിനേഷൻ ഉണ്ടാവുമല്ലോ, കാല് സ്പ്രെഡ് എൻ്റെ വെടി തിന്നിട്ടുണ്ട്. അവർക്ക് സ്റ്റൂളിട്ടും രക്ഷയില്ല, പറ്റില്ല. പിന്നെ ഞാൻ കാല് സ്പ്രെഡ് ചെയ്യണം. പിന്നെ നടക്കാൻ പറ്റില്ല, അങ്ങനെ നടക്കാൻ പറ്റില്ലോ. ഒരുപാട് പ്രശ്നം. ഞാൻ പേഴ്സണലായിട്ട് പറയാം, ഞാനൊക്കെ കാണുന്ന സിനിമയിലെ ആ ഒരു വില്ലൻ ക്യാരക്ടർ അതൊക്കെ സാറിൻ്റെ ശബ്ദം തന്നെ ആയിരുന്നു. തസ്കര വേരിയനിൽ ഞാൻ ഫസ്റ്റ് ഡബ് ചെയ്യുന്ന മാടമ്പിക്കാം. അത് ഞാൻ അത് ഡബ് ചെയ്തിട്ടില്ല. ഇപ്പം മാടമ്പിയിൽ ഉണ്ണിയേട്ടൻ ഡയറക്ടർ ബി ഉണ്ണികൃഷ്ണേട്ടൻ ഡബിന്ന് വിളിച്ചു. പിന്നെ എന്നാ ഡബിങ് വരുന്നത്? ഞാൻ പറഞ്ഞില്ല ചേട്ടൻ, ഞാൻ അത് ഡബ് ചെയ്തിട്ടില്ല. അപ്പം നിൻ്റെ നല്ല ബാസമുള്ള വോയിസാണല്ലോ, നീ ഡബ് ചെയ്ത് നോക്ക്, നമുക്ക് നോക്കാൻ തോന്നും. പിന്നെ ആദ്യമായിട്ട് മാടമ്പി, പിന്നെ കുറേ പടം ചെയ്തിട്ടുണ്ട്. പിന്നെ മലബാർ വെഡിങ്ങിലും ഞാൻ തന്നെ ആണ് ആണെന്നെ ഓർമ്മ. എത്ര വർഷമായി? 17 വർഷം. എന്നിട്ട് ഈ ചില സ്ഥലത്ത് നമ്മൾ പെട്ടു, ഡബ് ചെയ്ത സമയത്ത് വിളിക്കും വേറെ ഷൂട്ടിലായി പോകും. ഞാൻ പറയും. പിന്നെ എൻ്റെ സൗണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പിള്ളേരുണ്ട്. നമ്മളെ ദിനേശ് ഉണ്ട്, നമ്മുടെ ഡയറക്ടർ ആർട്ടിസ്റ്റ് ദിനേശ്, ശോഭിയായിട്ട് അവൻ ഏത് ഡയലോഗ് അത് സൗണ്ട് പിടിക്കുന്നത്. പിന്നെ ശോഭിയായിട്ടും ചെയ്യും. ശോഭി ചേട്ടൻ്റെ ഒരു ഡബിങ് പുള്ളി ആർക്കും എങ്ങനെ ചെയ്യും. പുള്ളി ഡബിങ് ആർട്ടിസ്റ്റ് അല്ലേ. ഇപ്പം പുള്ളി അടുത്തൊരു പടം കണ്ടു, പുള്ളി അടിപൊളിയായിരുന്നു. മറ്റേ ഇവൻ്റെ പടം അവൻ്റെ പടം ഇപ്പം ഇറങ്ങിയല്ലോ, ഞാൻ ഇപ്പോൾ OTT കണ്ട മറ്റേ പോലീസുകാരനായിട്ടുള്ള നല്ല സാധനമായിരുന്നു. ഭയങ്കര ആർട്ടിസ്റ്റാണ്. ഷമിചേട്ടനും നല്ല ഡബി ആർട്ടിസ്റ്റ്. പുള്ളി ഒരു എന്താ പറയുക, ഹിന്ദി ആണവർ വന്നൊക്കെ ഷമിയാണ് ചെയ്യുക ഡബി. പുള്ളി നല്ല ആർട്ടിസ്റ്റ് അല്ലേ. ബെസ്റ്റ്. ഞാൻ കുറേ പടം ചെയ്തിട്ടുണ്ട്, കീർച്ചകര അങ്ങനെ കുറേ പടം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അഭിനയിച്ച സിനിമകളിലൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം സമ്മാനിച്ച സിനിമകൾ എന്ന് പറയുമ്പോൾ പറയാനുണ്ട്. ഒന്ന് കീർച്ചകര, ഞാൻ ആകെ 2-3 സീനിലേ ഉള്ളൂ. മെയിൻ സീനാണ്. അതിൽ ഡൂപ്പില്ലാതെ ഫൈറ്റ് ചെയ്ത് ഒരാഴ്ച ആശുപത്രി കിടന്നത് ഞാൻ കുറേ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും ഈ പറഞ്ഞ പോലെ തന്നെ കാശ്മീർ അവിടെ നിന്ന് 1 മാസം ചുമ്മാ ആകെ എനിക്ക് ആവശ്യം 2 ദിവസമാണ്. ഞങ്ങൾ പുറത്തുനിന്ന് വിടത്തില്ലായിരുന്നു, റിസോർട്ടിൽ അടച്ചിട്ട് ഞാനും ബീച്ചായിട്ടൊക്കെ ആകെ കുറച്ചേ ഉള്ളൂ. ശരിക്കത് ഈ പാകിസ്ഥാൻ ബോർഡർ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ടപ്പുറത്ത് ഒരു അപ്പുറത്ത് ബോംബ് ഉണ്ട്. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ രവിച്ചേട്ടൻ ഭയങ്കര സെറ്റപ്പാണ്. മേജർ രവി പുള്ളി പട്ടാള സെക്യൂരിറ്റിയിലാണ് ഷൂട്ട് ചെയ്തത്. പുള്ളിക്കത് അത്രയും പലരും വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് CG ആണ്, ഗ്രാഫിക്സ് ആണ്. ഞാൻ കട 1 മാസം കിടന്നിട്ടുണ്ട്. ഞാൻ ആകെ 3 ദിവസം പുറത്തിറങ്ങിയത് റിസോർട്ടിൽ നിന്ന്. ഞാനും ബീച്ചെല്ലാം നമ്മൾ കാർഡ്സൊക്കെ കളിച്ച്. ഈ തണുപ്പും മലയും ഇതൊക്കെ യഥാർത്ഥമാണ്. അപ്പൊ നിങ്ങളൊക്കെ അവിടെ ചെന്ന് ഇത്രയും കഷ്ടപ്പെട്ട് അവിടെയൊക്കെ ഷൂട്ടിങ്ങിനൊക്കെ അടിച്ചുപൊളിയായിരുന്നു. ഞാൻ നല്ല സമയം ഷൂട്ടിന് പോകൂ, നമ്മളെ ഷൂട്ടിനെ കൊണ്ടുപോകില്ല, നമ്മളെ ഷൂട്ടിന് മാത്രമേ കൊണ്ടുപോകുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ റിസോർട്ടിൽ കിടക്കണം. ആ ഭാഗത്ത് പോകാൻ പറ്റത്തില്ല. ഷൂട്ടപ്പുറത്ത് തന്നെ ആയിരിക്കും, പക്ഷേ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഇത് ഒരു ടീം പോകുമ്പോൾ ഫുള്ള് പട്ടാള സെക്യൂരിറ്റി ഒരു ലൊക്കേഷനിൽ അവിടെ സെക്യൂരിറ്റി ആയിട്ട് അവിടെ ഷൂട്ട് ചെയ്യും. യഥാർത്ഥ പട്ടാളക്കാരും കൂടെ. അപ്പം ഒറിജിനൽ മിലിറ്ററിയാണ് കൂടെ.
അപ്പം പണി കിട്ടും. ലാലേട്ടൻ്റെ കൂടെ അതുപോലെ തന്നെ മിഷൻ 90 ഡേയ്സിൽ കീർച്ചക്കര അത് കഴിഞ്ഞിട്ട് അല്ല ലാലേട്ടൻ്റെ കൂടെ കീർത്തി ചക്ര മിഷൻ 90 ഡേയ്സിൽ മമ്മൂക്കയുടെ കൂടെ അല്ലേ വരുന്നത്, CBI ഓഫീസറായിട്ട് വരുന്നതൊക്കെ. അപ്പം ഇതൊക്കെ ഈ മേജർ റിവ്യൂമായിട്ട് നല്ലൊരു ബന്ധം. പുള്ളി എല്ലാ പടത്തിലും ചെയ്തില്ല, ഈ ആദ്യത്തെ 2 പടം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു ക്യാരക്ടറായിരുന്നല്ലോ മിഷൻ 90 ഡേയ്സ്. CBI ഓഫീസർ അതേ എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ കീർച്ചക്കര. കീർത്തി ചക്രയിലാണ് കുറച്ച് നേരം ഉണ്ടെങ്കിൽ പോലും അത് നല്ല സാധനമല്ല, ട്വിസ്റ്റല്ലേ, ഭയങ്കര ട്വിസ്റ്റല്ലായിരുന്നു. ഭയങ്കരമായിട്ട് അതൊരു അത് എല്ലാവരും പിന്നെ പ്രായിക്കുള്ള സാധനമല്ലേ, അത് ആ കൊച്ചിൻ്റെ കയ്യിൽ ബോംബ് കൊടുക്കും ഗ്ലാസ് ചെയ്ത് അതാണ്. പക്ഷേ എനിക്കും അടിയിട്ടുണ്ട്, എനിക്ക് ബോഡി മൊത്തം അതിലൂടെ ആ ജീവയുടെ ഒരു ബൂട്ടിട്ട് ചവിട്ടുന്നുണ്ട്, ഒറിജിനൽ കൊണ്ടിട്ട് ശ്വാസം പോയി. ലാലേട്ടൻ മേജറും ജീവ ശരിക്കും പഴക്കം അഭിനയം. പിന്നെ ടോപ്പ് ചേട്ടന്നേ ചവിട്ട കാണിച്ചത് ഇവൻ ചവിട്ടി, അത് ടൈമിങ് ശരിയായില്ല. അവൻ്റെ അപ്പനായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ കീർത്തികരൻ. ചില ആളുകൾ തോന്നും എന്താ കാണിക്കുന്നത്. ഇനി ഇപ്പം ബാക്കി ഇപ്പം മലയാളം വിട്ട് കഴിഞ്ഞാൽ തമിഴിലൊക്കെ ഇപ്പം പറഞ്ഞു ലാസ്റ്റ് എന്തോ തമിഴിലൊരു സിനിമ. ഞാൻ ആക്ച്വലി ഒരു 5ഓളം തമിഴ് സിനിമ നായകനാ ചെയ്തു. നായകനുണ്ട്? എല്ലാം വഴി കിടക്കാം. കൊറോണ സമയത്ത് എല്ലാം നിന്നുപോയി, പിന്നെ തുടങ്ങിയിട്ടില്ല. കാരണം അതിൻ്റെ മിക്ക പ്രൊഡ്യൂസേഴ്സ് പുറത്തുള്ള ആൾക്കാരാണ്, അവർക്ക് ബിസിനസ് കൂട്ടിപ്പോയി കിടക്കാൻ പോയി. നല്ല ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഏതാണ്ട് പലതും ഹാഫിന് മുകളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ തമിഴ്നാട്ടിൽ മൊത്തം തെറ്റിയാണ് ഷൂട്ട് ചെയ്തതാണ്. ചെന്നൈ, മറ്റേ കന്യാകുമാരി, മറ്റേ തൂത്തുക്കുടി ഒക്കെ ട്രാവൽ ഷൂട്ട് ചെയ്തത്. നായകനായിട്ട് 5 സിനിമ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. പിന്നെ ഇത് മഴയുണ്ട്. അതും ഈ സീരിയലുകളിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ കൂടത്തായി ഒഴികെ അപ്പം അത് കൂടത്തായി ഞാൻ ശ്രീനചേട്ടൻ പറഞ്ഞ് ചെയ്തതാണ്. എനിക്ക് സീനാന്ന് ഫീൽ തോന്നിയില്ല. അത് നല്ല പക്ക സിനിമ സ്റ്റൈലിൽ നമ്മൾ 6 ക്യാമറ വെച്ചൊക്കെ ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഡെയിലി ഒരു സീനൊക്കെ എടുത്തായിരുന്നു. കാരണം ഇത് ഷൂട്ട് ചെയ്ത് ശ്രീനചേട്ടൻ അയച്ചു കൊടുത്തിട്ട് സ്ക്രീനിലേക്ക് വരുമ്പം ബിഗ് സ്ക്രീനിൽ സീരിയൽ ഞാൻ 4 ചിത്രം ചെയ്തിട്ടുള്ളൂ. സീരിയൽ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ വെറുതെ ഇരുന്നാൽ രസം, വെറുതെ വീട്ടിൽ സുഖമല്ലേ ക്യാമറ വിളിക്കുമ്പോൾ. ഇപ്പോഴും സിനിമാ ഫീൽഡിലേക്ക് അല്ല സീരിയൽ വിളിക്കുന്നുണ്ട്. ഞാൻ അടുത്ത് തന്നെ ഏഷ്യൻ സീക്വൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ചെയ്തില്ല. സമയത്ത് പിന്നെ കുറച്ച് തിരക്കുമായിരുന്നു. പിന്നെ സീരിയൽ അങ്ങനെ വലിയ ഇത് കൊടുത്തത്, കാരണം വേറെ കുഴപ്പമുണ്ട്, സീരിയൽ പോയി സിനിമാക്കാരെ വിളിക്കില്ല. അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. ഇന്ന എറണാകുളത്ത് പോകുമ്പോഴേ ഒരു സജഷൻ പറയുമല്ലോ കൺട്രോൾ വന്നിട്ട് ഡയറക്ടർ അടുത്ത് പുള്ളി സീരിയൽ അഭിനയിക്കില്ല, വേണ്ട, അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് പിന്നെ ഇപ്പോൾ സിനിമ പേരുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ മൊത്തത്തിൽ എന്തോ ഒരു വിഷമം നിങ്ങൾക്കുണ്ട്, പൂർണ്ണമായിട്ടും മദ്യപാന രീതിയിലേക്ക് പോയി, അങ്ങനെ ഒരു വിഷമ രീതിയിലേക്ക് നിൽക്കുകയാണ്. ഫുൾ ടൈം മദ്യപിച്ച് കൊച്ചിയിലും എറണാകുളത്തുമൊക്കെ നടക്കുന്ന ഒരാളാണ് എന്ന രീതിയിലൊരു കമൻറ്റ് കൂടെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ വെള്ളമടിച്ച് തന്നെ പുറത്ത് കാണത്തില്ല. ഞാൻ ഷൂട്ടിലെ വീട്ടിൽ പുറത്താണ് അപൂർവം. വല്ല ഫംഗ്ഷനോ വല്ല ഉദ്ഘാടനമോ അതും വല്ല ഹോട്ടലിലോ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടോ ഇങ്ങനെ? ഇപ്പം നിങ്ങളങ്ങ് ചവിട്ടി ഒഴിവാക്കി, എനിക്കൊരു ചാൻസും ഇല്ല, എന്നെ അങ്ങ് നശിപ്പിക്കാൻ വേണ്ടി കുറേ ആളുകളുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി എൻ്റെ ജീവിതം അങ്ങ് വെച്ച് പോവാം, അങ്ങനത്തെ ഒരു ചിന്താഗതി. ഞാൻ സിനിമ വന്നതിന് ശേഷമല്ല മദ്യപിക്കുന്നത്. ഞാൻ ബാംഗ്ലൂരും ദുബായിലാണ് എൻ്റെ നല്ല പ്രായം ബിസിനസ് മോഡലിംഗ് ആയിട്ട് പോയത്. ഞാൻ അടിച്ചു പൊളിച്ച ലൈഫാണ്. ഞാൻ സിനിമ വന്നല്ല ലോകം കണ്ടത്, ഞാൻ മുമ്പ് ലോകം കണ്ടു വന്നതാണ്. അത്യാവശ്യം ഈ സുപ്രഭാതത്തിൽ ഒന്നുമില്ലാത്തവൻ സിനിമയെ വന്നിട്ട് പെട്ടെന്ന് വേറെ ലോകം ഞാൻ ഇതിന് മുമ്പേ കണ്ടു വന്നു. ഈ പഴയ നമ്മുടെ ഇവനല്ലേ ഡിനോ മോറിയോ, ഹിന്ദി നടന്മാരറിയോ? ജോണാമ റാം, ഡിനോ മോറിയോ, സുൽഫീഖർ, അവരൊക്കെ സിനിമ നടനാവുന്ന മുമ്പ് ഞങ്ങൾ ഒരുമിച്ചാണ് റാം മോഡൽ ചെയ്തുകൊണ്ടിരുന്നത് ബാംഗ്ലൂരിൽ വെച്ച്, അത്രയും വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അങ്ങനത്തെ ഫാഷൻ ടി വിയിലെ പല മോഡൽ സെൻറ്റർ മോഡൽ ചെയ്തിട്ടുണ്ട്. എന്നാലും 20 വയസ്സേ ഉള്ളൂ. അപ്പം ആ ലോകം മനസ്സിലാക്കണം. എന്നിട്ട് ഇവിടെ വന്ന് ഇതൊക്കെ കാണുമ്പോഴേ ഞാൻ എൻ്റെ സ്റ്റൈലിൽ പോകുന്നത്, എനിക്ക് അടിക്കുന്നത് വെള്ളം അടിക്കും. അല്ല അത് മാത്രമല്ല സാറേ, അത് എന്തോ ഒരു വിഷമം ഉണ്ടോ? എന്തൊരു ഉണ്ട്, ഒന്നും വേണ്ട, അങ്ങനെ ഒരു ഞാൻ എൻ്റെ ജീവിതം എനിക്ക് എന്തൊരു കിട്ടണേ കിട്ടിക്കോട്ടെ എന്നുള്ള ലെവലിലേക്ക് പോകുന്നത്. ഞാൻ ആരെയും കാല് പിടിക്കാൻ പോകാറില്ല, ഞാൻ ചാൻസ് വെച്ച് പോകാറില്ല. പിന്നെ ചോദിക്കും നമ്മൾ അത്ര. ഇപ്പോൾ ഷാജി കല സാർ പടം പറഞ്ഞാൽ ഞാൻ പുള്ളി വിളിക്കും. ഇപ്പോൾ കാരണം പുള്ളി ഞാൻ ഏറ്റവും കൂടുതൽ അഭിനയിച്ച ഷാജി സാറിൻ്റെ കൂടെ 5 പടം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പം ലാസ്റ്റ് ചെയ്ത പടത്തിൽ അവനാണ് അത് ബ്രേക്ക് ചെയ്തത്. അവൻ്റെ 6ാമത്തെ പടം അഭിനയിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ അഭിനയിച്ചത്. ഇപ്പോൾ ഞാൻ അത്ര കൂടുതലാണെങ്കിൽ പുള്ളി വിളിക്കുമോ? അത്ര മോശക്കാരെ തണ്ണി വണ്ടിയാണെങ്കിൽ ഞാൻ അടിക്കുന്നത് പുള്ളിക്ക് അറിയുകയും ചെയ്യും. എല്ലാവർക്കും അറിയാൻ മദ്യപിക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ വർക്കിലൊന്നും പ്രശ്നം ഉണ്ടാക്കുന്നില്ല, ഞാൻ ജോലി ചെയ്യുന്നു. പിന്നെ അല്ലാണ്ട് ചില നമ്മൾ ഈ ലൊക്കേഷൻ ചില ആൾക്കാർ നമ്മളെ ചൊറിയാൻ വരും.
ഇപ്പം എനിക്ക് ഇഷ്ടമല്ല, ഞാൻ അപ്പം തന്നെ തരും ഉള്ളത് പറയും. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറയും. ഇപ്പം ഈവൻ സിനിമയിൽ വേറെ കുഴപ്പമെന്ന് അറിയോ, ഈ ചായ കൊണ്ടുവരുന്നതും ആദ്യം മുതലേ ഉണ്ടാവും സിനിമയുടെ പ്രീ പ്രൊഡക്ഷനിൽ. എഴുത്തിറങ്ങും മുതൽ ഇവനായിരിക്കും ചായ കൊണ്ടുകൊടുക്കുക എല്ലാം. ഇപ്പം ചിലപ്പോൾ ഇവന് അത് ആരാവാം, ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മൾ കഴിഞ്ഞ പടത്തിൽ എന്താണ് മോനെ എന്ന് വെച്ചാൽ ചൂടായിട്ടുണ്ടാവും, അവനത് ചിലപ്പോൾ കൊണ്ടുണ്ടാവും. അപ്പോൾ അടുത്ത ഈ പടത്തിൽ വേറെ പടത്തിൽ ഇപ്പം ഇവർ ഡിസ്കഷൻ ഇടയ്ക്ക് നമ്മൾ എൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അതെ സാറേ ചെറിയ പ്രശ്നമുണ്ട്, പുള്ളി കഴിഞ്ഞ പടത്തിൽ ഭയങ്കര പ്രശ്നമായിരുന്നു, വെള്ളം അടിച്ചിട്ട് പ്രശ്നമായിരുന്നു. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഞാൻ പടത്തിൽ ഉണ്ടായിരുന്നു. അവന് മറ്റേ ഉണച്ച് എൻ്റെ കിടപ്പുണ്ട് അവൻ്റെ ഉള്ളിൽ. അപ്പോൾ ഉടനെ പിടിച്ചു അയ്യോ പ്രശ്നക്കാരൻ വേണ്ട. പുള്ളി അങ്ങനെയല്ല പറയും, പുള്ളി കുറ്റം പറയാൻ പറ്റില്ല, കാരണം പുള്ളിക്ക് അറിയില്ല സത്യം കൂടെ നിന്ന് കഴിച്ചവൻ പോലും പറയും എൻ്റെ റൂമിൽ നിന്ന് മദ്യപിച്ച് പോയി രാത്രി വെള്ളം ഷൂട്ടിംഗ് കഴിഞ്ഞ് എൻ്റെ റൂമിൽ നിന്ന് വെള്ളം അടിച്ചിട്ട് പിറ്റേ പാര വെച്ചിട്ടുണ്ട്. ഉള്ള കള്ള് മൊത്തം ഓസിൽ അടിച്ചിട്ട് ഒരാളൊന്നുമല്ല, പല മെയിൻ ആർട്ടിസ്റ്റ് അല്ല അല്ലാത്ത ടെക്നീഷ്യന്മാരെ പല ആൾക്ക് എൻ്റെ രാത്രി മൊത്തം എൻ്റെ 2 വണ്ടി റൂമിൽ നിന്ന് വെള്ളം അടിച്ചിട്ട് ഓസിൽ അടിച്ചിട്ട് പിറ്റേന്ന് പോയിട്ട് പുള്ളി ഭയങ്കര അടിച്ചാലിമ്പായിരുന്നു. പറ്റില്ല, എന്നെ വിളിച്ച് ഞാൻ നിർബന്ധിച്ചപ്പോൾ ഞാൻ പോയി അടി നിർബന്ധിച്ചാൽ വരുന്നത് പറയാനാ. നിങ്ങൾ നിർബന്ധിച്ച് പുള്ളി അടിച്ചിട്ട് ആകെ അലിമ്പായിരുന്നു റൂമിൽ, ഞാൻ ഇറങ്ങി പോകുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതാണ് സിനിമാ ഫീൽഡ്. അപ്പോൾ ഇതൊന്നും എനിക്ക് യേശില്ല, ഐ ഡോണ്ട് കെയർ. എനിക്ക് ഒരാൾ ദൈവം തരും, അത്രയാണ്. ഞാൻ അടക്കമുള്ള ഇത്രയും കാലം കൊണ്ടുപോയില്ലേ, ഇപ്പോൾ ഞാൻ സിനിമ വിട്ടിട്ട് കളിയില്ല. ഇത് വിട്ട് ഞാൻ ചാവുന്നൊരു സിനിമ നടന്നൊരു ചാവും, അതിന് ഒരു മാറ്റമില്ല. അതിന് ദൈവം എൻ്റെ കൂടെ ഉണ്ട്. എന്നെ എനിക്കറിയാം, അത് മതി. എനിക്ക് ആരെ നാട്ടിൽ സർട്ടിഫിക്കറ്റ് ആവശ്യം. ഇപ്പം ഇതേപോലെ തന്നെ കലാഭവമണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലും ഇതന്നെയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. പലരും, അതായത് സിനിമാ താരങ്ങൾ എന്തെങ്കിലും സാഹചര്യങ്ങൾ മരിക്കുകയാണെങ്കിൽ അത് ഉടനെ വെള്ളം അടിച്ചിട്ടാണ്. ഈ അത് പറഞ്ഞത് ഈ പബ്ലിക് ഫിഗറിനെ ആൾക്കാർക്ക് അറിയാൻ കൂടുതൽ താല്പര്യമാണ്. അതിപ്പോൾ രാഷ്ട്രീയ സിനിമാക്കാരെല്ലാം അങ്ങനെയാണ്. എന്ത് പറഞ്ഞാലും ഇവർ നമ്മളെ കലാഭവണിയായിട്ട് നല്ല ബന്ധമായിരുന്നു. പിന്നെ അയ്യോ ഞങ്ങൾ ഈ ലാസ്റ്റ് ഞാൻ കാണുന്ന പുള്ളിയെ മരിക്കുന്നതിന് 1 വർഷം മുമ്പ് പുള്ളിയെ പാടി വെച്ച് തന്നെ. ഞങ്ങൾ ഏതോ വർക്ക് കഴിഞ്ഞിട്ട് പുള്ളി ആ വഴിക്ക് ചരടുന്ന തന്നെ അവിടെ ഇറക്കി. അന്ന് രാത്രി അവിടെ കുക്കിങ്ങും 2 അടിച്ചിട്ടൊക്കെ കമ്പനി കൂടി കയറുന്ന വെളുപ്പിനെ ഞാൻ ഇങ്ങോട്ട് പോരുള്ളൂ ചരകുടി. അപ്പോൾ അന്ന് ഈ ശരിക്കും ഞാൻ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞു, ശരിക്കും പുള്ളിക്ക് മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു. എന്തോ പുള്ളിയായിട്ട് പറഞ്ഞു, ഞാൻ വളരെ ചോദിച്ചാൽ പുള്ളി പറഞ്ഞില്ല. പുള്ളിക്ക് എന്തോ ഫാമിലി അദ്ദേഹത്തെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെ അറിയുന്ന പോലെ തന്നെ അദ്ദേഹത്തെ ഒതുക്കാൻ ശ്രമിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ആണ്. അങ്ങനെ ഫിലിം ഫീൽഡിൽ ഒരു ടെൻഷനില്ല, എൻ്റെ അറിവിൽ ഒരു ഉദ്ദേശശരിയാണ് ഫാമിലി എന്തോ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. പുള്ളി പിന്നെ മെൻ്റലി എന്തോ കുറച്ച് ഡൗൺ ആയിരുന്നു, ആർക്കും പറയുന്നില്ല. അപ്പം ഈ ലാസ്റ്റ് പുള്ളിയെ കണ്ടപ്പോൾ പുള്ളിയുടെ മാനേജർ ജോബി എന്നെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ കുഴപ്പമാണ്, ചെക്ക് ചെയ്തപ്പം ലിവർ ചെറിയ പ്രശ്നമുണ്ട്, ചേട്ടാ ഒന്ന് പറ, കുറച്ച് നടത്താം, കുറച്ച് ദിവസം ചെയ്യും. ഞങ്ങൾ പറഞ്ഞ് പറയരുത്, കുറയും, നമ്മൾ ഞാൻ ഡീൽ ചെയ്യാം. ഞാൻ അവിടെ പോയി ഞങ്ങൾ വേണ്ട കഴിച്ചാൽ മനുഷ്യൻ നമുക്കൊന്ന് ഒരു ബ്രേക്ക് കൊടുത്തല്ലോ ഒരു 3 മാസത്തേക്ക്. അപ്പോൾ നിങ്ങൾ നിർത്തും, അപ്പോൾ ഞാൻ നിർത്തും. ഉറപ്പാണ്? ഞാൻ നിർത്തും. ചേട്ടൻ നിർത്തും? എന്നാൽ ഞാൻ നിർത്തും. ഞാൻ രാവിലെ അന്വേഷിക്കും, ഇവിടെ ഉള്ള എല്ലാ നമ്പറും എന്നെ ഇട്ടു. ഞാൻ ഫ്രീ ആണെങ്കിൽ രാവിലെ അടിക്കുന്ന ആളാണ്. എൻ്റെ ആരെയും കുട്ടിയെ കളിക്കില്ല. ഞാൻ എന്താ പറയുക ബോഡി ചെക്കപ്പ് ചെയ്യാറുണ്ട്, എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ BP ലോ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ ലെവറൊക്കെ പക്കയാണ്. പിന്നെ എനിക്ക് BP ചെറിയ പ്രശ്നമുണ്ട്, ഇടയ്ക്ക് ലോ ആയി പോകും. പുള്ളിക്ക് പക്ഷേ പുള്ളി നല്ല ഫുഡ് കഴിക്കുന്ന ആളായിരുന്നു. ഫുഡ് കഴിക്കാതെ മദ്യം മാത്രമായി. അല്ല പുള്ളി അത് അഡിക്ഷൻ കൊണ്ട് മാത്രമല്ല, പുള്ളി അത് നിർത്തിക്കളയും കേട്ടോ. പുള്ളി നിർത്തുന്ന ആളായിരുന്നു. മുമ്പൊക്കെ നിർത്തിയിട്ടുണ്ട്, വേണ്ട വയ്ക്കുന്നവർ കൂടെ നിൽക്കുകയും ചെയ്യും, പക്ഷേ പുള്ളി കഴിക്കില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ചില പടത്തിൽ ഞങ്ങൾ ഒരുപാട് പടങ്ങൾ ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ ഒരുമിച്ച് ത്രൂ ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി പിന്നെ അങ്ങോട്ട് പിറ്റേ രാവിലെ ഞാൻ അന്വേഷിച്ചപ്പോൾ പുള്ളി അടിച്ചു പോയി. ഞാൻ വിളിച്ചു, മഞ്ചേട്ടാ ഇനി നമ്മൾ കാണില്ല, നിങ്ങൾ വെള്ളോടി നിർത്തി വരാനാണ്. ഞാൻ നിങ്ങൾ നിർത്തൂ എന്ന് അറിഞ്ഞാൽ മാത്രമേ ഞാൻ നിർത്തിയത്. നിങ്ങൾ നിർത്തിയില്ല ഞാൻ അത് അടിക്കാൻ പോകും. പിന്നെ കണ്ടിട്ടില്ല. വിളിക്കും ഇറക്കി ഇങ്ങോട്ട് ഇറങ്ങാൻ. ഞാൻ പറഞ്ഞു ഞാൻ വരില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ജാഫർ ഇടുക്കി അടക്കമുള്ളവരൊക്കെ അതൊക്കെ ചുമ്മാ ആൾക്കാർക്ക് എന്താ ഉണ്ടാകുന്നത്. പിന്നെ ജാഫർ അയാളെ കൊന്നിട്ട് എന്തോത്തിന് ഒക്കെ ചുമ്മാ അടിച്ചിറങ്ങുന്നത്. രാഷ്ട്രീയം ഒരുമിച്ച് കൂടി എന്ന് പറഞ്ഞാൽ അയാൾ വിഷമം കൊടുക്കുക ചുമ്മാ. പിന്നെ വേറെന്ത് മറ്റേ വിനയസാറിൻ്റെ സിനിമയിൽ കാണിച്ച പോലെ എന്തോ ഫൈനാൻഷ്യൽ ഇഷ്യൂ ഉണ്ടോ എനിക്ക് അറിയാൻ പാടില്ല. എന്നാലും അങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ അറിവിൽ പുള്ളിയുടെ ഒരു കമ്പനിക്കാരൊക്കെ എനിക്കറിയാം, അത് ചെയ്യുന്ന എനിക്കറിയില്ല. ബട്ട് എൻ്റെ അറിവിൽ ഇതാണ് സംഭവം. ഇനിയിപ്പോൾ പുതിയ പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ്? പ്രൊജക്ട് നമ്പറില്ല, ഇപ്പോൾ പറഞ്ഞാൽ കഴിഞ്ഞേ ഉള്ളൂ. അമാനുഷിക എന്ന പടം, നിതീഷ് കെ എന്നാണ് ഡയറക്ടർ. അടുത്ത മാസം റിലീസുണ്ടെന്ന് തോന്നുന്നു. ഷൂട്ട് ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. പിന്നെ ഇപ്പം വെള്ളിയാഴ്ച ഇറങ്ങിയ ഈ വെള്ളിയാഴ്ച ഞാൻ ഇറങ്ങിയ ഇത് അരൂപി എന്ന പടം. ഇത് 2 ഹൊററാണ്. ഈ അമ്മയിലെ ഇഷ്യൂസൊക്കെ നമുക്ക് തീരുമെന്ന് വിചാരിക്കാം അല്ലേ? തീർച്ചയായിട്ടും. ഈ ലാലേട്ടനോ അവരെ അങ്ങനെ സീനിയർ ആയിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് വന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരൂലേ? അന്നോട്ട് ഉണ്ടായിരുന്നല്ലോ.
അല്ല അവരൊക്കെ വീണ്ടും ആ നേതൃസ്ഥാനത്തേക്ക് വന്നു. എന്താ പ്രശ്നം എന്നറിയോ? ലാലേട്ടൻ രാജിവെച്ച് പോയതാണ്. ലാലേട്ടൻ വന്നാൽ പ്രശ്നം പുള്ളിയോട് ഓസിൽ ഇരുന്നാൽ മതി. ആ പോസ്റ്റ് ഉണ്ടായാൽ മതി. ഇരുന്ന പ്രശ്നം ഉണ്ടാവില്ല. ആരും വേണ്ടില്ല. കാരണം പുള്ളിക്ക് അറിയാം. പുള്ളി അന്ന് അവിടെ എന്താ മടുത്തിട്ട് ഇറങ്ങിപ്പോയതാണോ മോഹൻലാല്? കുറച്ചൊക്കെ. ആ മമ്മൂക്ക വഴിക്കേ വരുന്നില്ല. അല്ല പുള്ളി വരാറൊക്കെ ഉണ്ട്. അല്ല പരിപാടി പങ്കെടുക്കുന്നില്ല. അല്ല നേതൃസ്ഥാനത്തേക്ക് പുള്ളി ഒട്ടും വരില്ല. പുള്ളി താല്പര്യമില്ല. അറിയാല്ലേ ഇത് തന്നെയായിരിക്കും അവസാനം. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ, തമ്മിലൊക്കെ വേറെ പ്രശ്നങ്ങൾ. അത് ഈ സംഘടന കൊണ്ട് ഒരുപാട് ആളുകൾക്ക് പിന്നെ കൈനീട്ട് എത്ര കൊടുക്കുന്നു, ചിലർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ഉണ്ട്. ഇൻഷുറൻസ് ഉണ്ട്, 5 ലക്ഷം രൂപ ഇൻഷുറൻസ് കിട്ടും ഒരു വർഷം ഒരു മെമ്പറിന് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു സംഘടന അത്യാവശ്യമാണ്, മസ്റ്റല്ലേ. അതിനൊരു പുതിയ രീതിയിലേക്ക് ആളുകൾ വരണം എന്നുള്ള ആഗ്രഹം തന്നെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും വരണം. പക്ഷെ അത് ഞാൻ പറയില്ല, ഇത് നേതൃത്വം ഇത് എനിക്ക് ഇപ്പോഴുള്ളൊരു എന്താ പറയുക, എല്ലാവരും അല്ല കേട്ടോ, എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സൊക്കെ തന്നെയാണ്. ഈ രീതിയിൽ പോയാൽ ശരിയാവില്ല. ഇത് പോയാൽ കുഴപ്പമില്ല. അതിനകത്ത് വർഗീയത വരുന്നു, മതം വരുന്നു, ആവശ്യമില്ല. ഒരു ആവശ്യമില്ല. ഇത്ര കാലം ഇല്ലാത്തൊരു സംഗതി വന്നു. അത് സിനിമക്കകത്ത് എന്ത് മതം എന്ത് ചെയ്യാതെ ഒരു കോപ്പുമില്ല സിനിമയിൽ. ജാതി മതം ഒന്നും അങ്ങനെ പരിപാടിയില്ല. എല്ലാം ഒരുമിച്ച് പോകുന്ന സംഭവമാണ്. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ അല്ലേ? എത്രയോ ആൾക്കാർ 100 കുടുംബം കഴിഞ്ഞു പോകുന്ന പറഞ്ഞാൽ ചെറിയ പരിപാടിയല്ല. അപ്പം അത്രയും ആളുകളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു സംഘടന വീണ്ടും തിരിച്ചു വരണമെന്നും കൂടെ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് എവിടെ പോയിട്ടില്ല തിരിച്ചു വരാൻ, അവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ ചില ഇഷ്യൂസ് അതൊക്കെ നടക്കുന്നു, അതൊന്ന് കലങ്ങി തെളിയുന്ന നല്ലതാണ്. എന്തായാലും സിനിമയിൽ വീണ്ടും നല്ല രീതിയിൽ തന്നെ സജീവമാവട്ടെ. ഇപ്പോൾ തന്നെ സജീവമാണ്. നേരത്തെ പറഞ്ഞ കമൻറ്റുകൾ മാത്രം പറയട്ടെ. മാങ്ങയുള്ള മാവിലല്ലേ കല്ലറിയുള്ളൂ. അല്ല ഞാൻ വീണ്ടും മാത്രം പോരാ, നെഗറ്റീവ് വേണം. അല്ല ഞാൻ വീണ്ടും ആഗ്രഹിക്കുന്നൊരു സാധനമുണ്ട്. ഞാനൊക്കെ കാണുന്ന ആ മോനായി ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് നല്ലൊരു ക്യാരക്ടറിലേക്ക്. അതെ മോനെ, എല്ലാ വർഷവും ഒരുപോലെ ഇരിക്കില്ല. ഞാൻ ചിരഞ്ജീവിയൊന്നുമില്ല. 21 വർഷം മുമ്പ് പോലെ ലുക്കാണ് ഇപ്പോൾ. അങ്ങനെപ്പോലെ ഒരാളുമായിട്ട് ഇരിക്കാൻ സാധിച്ചതിൽ സാറിനോട് നന്ദി പറയുകയാണ്. വളരെ സന്തോഷം. അപ്പം ഇനിയും നല്ല വേഷങ്ങളുമായിട്ട് അദ്ദേഹം നമ്മുടെ മുന്നിലെത്തും. വീണ്ടും ഇതുപോലെ ഇരിക്കാനുള്ളൊരു സമയം നമുക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു.